ഇതുപോലെ എല്ലാ ലിറ്റർജിക്കലായിട്ടുള്ള ആരാധനാക്രമ സംബന്ധമായ എല്ലാ വിഷയങ്ങളോടും നമുക്ക് സാങ്കേതിക ജ്ഞാനമല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ബയോളജിക്കൽ റിലേഷനാണ്. ജൈവജ്ഞാനം വേണം. അതിൻ്റെ ഓരോ വിഷയങ്ങൾക്കും അതിൻ്റെ ജൈവപരതയുണ്ട്. അത് സ്പന്ദിക്കുന്നുണ്ട്. വികാരജൂലമാണ് അതിൻ്റെ എല്ലാം. കുർബാനയൊക്കെ കർത്താവ് പാപത്തിൻ്റെ പരിഹാരമായിട്ട് ദൈവം കണ്ട നീതിയുടെ ഏറ്റവും വലിയ കാഴ്ചയാണ്. തന്നെ മുറിച്ച് കൊടുക്കേണ്ടി വന്നാൽ ആ അറ്റം വരെ പോയിക്കൊണ്ട് അത് ചെയ്തുകൊണ്ട് നിന്നെ സ്നേഹിക്കണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ സ്പന്ദനമാണ് കുർബാന. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം എന്നെ വീണ്ടെടുക്കുവാൻ ഏറ്റവും വരെ പോകുന്ന അവസാന താൾ സമയം. നന്ദി പറയുന്നു. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ശ്രുതിക്കട്ടെ, ശക്തമായി ശ്രുതിക്കട്ടെ, ഇടിമുഴക്കം പോലെ ശ്രുതിക്കട്ടെ. കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ സ്നേഹം എല്ലാവർക്കും മുഴക്കട്ടെ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവസാന താഴബലിയിൽ നാഥന്റെ ഹൃദയം നുറുങ്ങി. ഒരുമിച്ച് പാടുക. അവസാന താഴബലിയിൽ നാഥന്റെ ഹൃദയം നുറുങ്ങി. പിരിയാതെ പേരിൽ വസിക്കാനീശോ സ്നേഹത്തിൻ കൂദാശയേകി. പിരിയാതെ പേരിൽ വസിക്കാനീശോ സ്നേഹത്തിൻ കൂദാശയായി. അവസാന അത്താഴബലിയിൽ നാഥന്റെ ഹൃദയം ജ്വലിച്ചു. പിരിയാതെ പേരിൽ വസിക്കാനീശോ സ്നേഹത്തിൻ കൂദാശയായി. എന്തോ ഒരു ഹൃദയമാണെന്ന് വയ്ക്കേ. പിരിയാതെ പ്രിയരിൽ വസിക്കാൻ ഈശോ സ്നേഹത്തിൻ കൂദാശയായി. കൂദാശ തന്നെ രൂപപ്പെട്ടതിൻ്റെ ഉദ്ദേശം നമ്മളെ വിട്ടുപിരിഞ്ഞു പോകാതിരിക്കാനുള്ള ദൈവത്തിൻ്റെ അഗമ്യമായ സ്നേഹത്തിൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ കുർബാന കൂടണമെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ നമ്മൾ ഐക്യപ്പെടുകയാണ് ചെയ്യണത്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന ആരാധന. ഹല്ലേലൂയ. ഞങ്ങൾ കുർബാന അഭിഷേകം നൽകണമേ. കുർബാന പോലും ശരിക്കും പരിശുദ്ധ കുർബാന പോലും എന്താണ്? കവനൻ്റാണ്, ഉടമ്പടിയാണ്. ഉടമ്പടി ഒരു പെർഫെക്റ്റ് ആൻഡ് പവർഫുൾ ഫോർമുലയാണ്. നിങ്ങളത് എങ്ങനെ അനുഷ്ഠിക്കുന്നു എന്നതാണ്. ഇപ്പോൾ കുർബാന തന്നെ എത്രയോ പേര് അനുഷ്ഠിക്കുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളല്ലേ. അതാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്. നിങ്ങളുടെ അറിവിന് ആനുപാതികമായിരിക്കും നിങ്ങളുടെ അനുഭവം. അറിവിന് ആനുപാതികമായിരിക്കും. ഉടമ്പടിയും അങ്ങനെ തന്നെയാണ്. ഉടമ്പടിയിൽ നിങ്ങൾക്ക് എന്ത് അറിവുണ്ട് അതനുസരിച്ച് അത് കറക്റ്റാകത്തുള്ളൂ. ഉടമ്പടിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ല, നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടുന്നില്ല. 2 കൊല്ലമായിട്ട് ഉടമ്പടി ധ്യാനം കൂടാത്ത ആൾക്കാരൊക്കെ അച്ഛനെ കാണാൻ വേണ്ടി ചീട്ടും കൊണ്ടുവരും. ഇന്നലെ ഒരു ചേട്ടാ വന്നായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് തൻ്റെ ഉടമ്പടി അല്ലല്ലോ എന്ന് പറഞ്ഞു. അല്ല, ഭാര്യയുടേതാണ്. പിന്നെ ആ സംഭവം അയാളുടെ മുഖത്തിൽ നോക്കുമ്പോൾ അറിയാം അയാൾക്ക് ഉടമ്പടിയായിട്ട് ബന്ധമില്ലെന്ന്. ഞാനൊന്നും ചെയ്തില്ല. കാര്യം ഞാൻ അവിടെ കുടുംബമല്ലേ ഉടമ്പടി എടുത്ത്, ഭാര്യയല്ലേ ഉടമ്പടി എടുത്തിരിക്കണത്. അപ്പോൾ ഭർത്താവിന് അവകാശമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അവകാശം പോരാ. അതൊരു സാങ്കേതികമായ അവകാശമാണ്. നിങ്ങൾക്കൊരു ബയോളജിക്കൽ റിലേഷൻ വേണം ഉടമ്പടിയുമായിട്ട്. ഇപ്പം ത്രേസിക്കുട്ടിയെന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞ് അവിടെ വീട്ടിൽ എല്ലാവരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. ത്രേസിക്കുട്ടിയുടെ വിഷയം കുറച്ചുകൂടി സീരിയസ് ആയത് കാരണം അവർക്ക് എല്ലാവർക്കും തന്നെ ഉടമ്പടി എടുക്കാനുള്ള അഭിഷേകം കിട്ടിയ കാരണം എല്ലാവരും ഉടമ്പടി എടുത്തു. ഭർത്താവിന് ഉടമ്പടി എടുത്തതെങ്കിൽ വൈഫ് ചോദിക്കണം, എടോ താൻ എന്താണ് കർത്താവിനോട് പറഞ്ഞത്, അമ്മയോട് മധ്യസ്ഥ നിർത്തിക്കൊണ്ട് താൻ എന്തൊക്കെയാണ് ഏറ്റത് എന്ന് ചോദിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ട്
ആ അറിവിന് ആനുപാതികമായിട്ടാണ് എല്ലാവരും ജീവിക്കണമെങ്കിൽ ഒറ്റ ഉടമ്പടിക്ക് എല്ലാവരും ഉടമ്പടി എടുത്ത പോലെയാകും. അതാണ് ഏറ്റവും മാതൃകാപരമായ സംഭവം. ഞാൻ പറഞ്ഞു, ഒരു വീട്ടിൽ ഒരു കാശ് രൂപ മതി ശരിക്കും പറഞ്ഞാൽ. പിന്നെ ബാക്കിയുടെ അച്ഛൻ കാണാൻ വരുമ്പോൾ കാശ് രൂപ വേറെ കൊടുക്കുന്നുണ്ട്, ഞാൻ തന്നെ കൊടുക്കുന്നുണ്ട് കാണാൻ വരുമ്പോൾ, ഇല്ലേ? ഇപ്പം അത് രണ്ട് കാശ് രൂപ നമുക്ക് കിട്ടണത്. നിങ്ങൾ അതായത് ഇവിടെ വെഞ്ചരിച്ച് വെച്ചിരിക്കണ, ഇവിടെ അകത്ത് നമ്മുടെ സ്റ്റോളിൽ കിടക്കണ എല്ലാം വെഞ്ചരിച്ച് വെച്ചതാണ്. ഉടമ്പടിയിൽ അച്ഛൻ ആൾക്കാരെ വരുമ്പോൾ ഞാൻ ആ പെർട്ടിക്കുലർ സബ്ജക്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് സ്പെഷ്യലായിട്ട് അത് ബ്ലെസ് ചെയ്യും. ഉടമ്പടി കാശ് രൂപ എന്ന് പറയണത് സർവസ്പർശിയായിട്ട് ദൈവത്തിൻ്റെ പ്രമാണമായിട്ട് നീ ഉടമ്പടി എടുത്ത ബന്ധമാണത്. അത് ആക്ടിവേറ്റ് ചെയ്യണത് വിശ്വാസ പ്രമാണത്തിലാണ് ആക്ടിവേറ്റ് ചെയ്യണത്. അത് ഏത് കാലത്തും അത് വർക്കൗട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഉടമ്പടി കാശ് രൂപ മിസ്സാകരുത്, ട്രാൻസ്ഫർ ചെയ്യരുതെന്ന് പറയും. കാര്യം ട്രാൻസ്ഫർ ചെയ്യാൻ മറ്റവർക്ക് അർഹതയില്ല. നിൻ്റെ മകളാണ്, അവർ യാത്രയാണ്, ഉടമ്പടി കാശിന് നീ കൊടുക്കരുത്. കാരണം അവൾക്കത് ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിൽ അത് പിടിക്കാനുള്ള അർഹത അവൾക്കില്ല. അതാണ് എൻ്റെ സംഭവം. പിന്നെ ഉടമ്പടി കാശിന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ഇൻ കേസ് ചിലർക്ക് നഷ്ടപ്പെട്ടു പോരെ, അപ്പോൾ പണ്ടത് ഞങ്ങൾ അഡ്മയർ ചെയ്യുമായിരുന്നു, ഇപ്പം അത് വിശ്വസിക്കുന്നില്ല. കാര്യം നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ പറയും, ഇനി നിങ്ങൾക്ക് ഉടമ്പടി കാശുമില്ല, നിങ്ങൾക്കത് കാശുമില്ല തുടരാൻ പറ്റും, പക്ഷേ കാശ് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഉടമ്പടി എടുക്കാൻ പറയും. എന്താ കാര്യം? ആ ഉടമ്പടി കാശ് രൂപമാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള മർമ്മം എന്ന് പറയണത്, ഉടമ്പടി തൈലവും. അപ്പോൾ അത് ഈ വിഷയം രണ്ടും വേറെ കിട്ടത്തില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഈ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ഉടമ്പടി തൈലം നിനക്ക് പാസ് ചെയ്യാമൊക്കെ പറ്റും, ആൾക്കാർക്ക് കൊടുക്കാൻ. നിനക്ക് ഉടമ്പടി എടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിനക്ക് ആൾക്കാർക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. കാര്യം നീയല്ലേ ഉടമ്പടി എടുത്തിരിക്കണത്. കൊടുത്തുവിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തുമാത്രം വർക്കൗട്ട് ചെയ്യുമെന്ന് അറിയത്തില്ല. കാര്യം ഇതെല്ലാം വർക്കൗട്ട് ചെയ്യണത് ഉടമ്പടി ബേസ്ഡിലാണ് വർക്ക് ചെയ്യണത്. നീ ദൈവം എടുത്തിട്ടുള്ള നീ ചെയ്തിട്ടുള്ള ഉടമ്പടിയിൽ നിനക്കുള്ള കപ്പാസിറ്റി, കവനൻ്റ് കപ്പാസിറ്റി ഉണ്ട്. ആ കവനൻ്റ് കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരെ അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. അപ്പം അതുകൊണ്ട് നിനക്കിപ്പോൾ നീ രോഗികളെ കാണാം, നിനക്ക് അപ്ലൈ ചെയ്യാം. കാരണം നീ കർത്താവിൻ്റെ ഉടമ്പടിയിലുള്ള ആളാണ്. ഉടമ്പടി ഉണ്ടെന്ന് പറഞ്ഞ സ്റ്റാറ്റസാണ് ശരിക്കും പറഞ്ഞാൽ. ക്രിസ്ത്യൻ സ്റ്റാറ്റസിലെ ഏറ്റവും പോപ്പുലർ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു സാക്രമെൻ്റ് സ്റ്റാറ്റസിനേക്കാൾ സാക്രമെൻ്റ് സ്റ്റാറ്റസ് ഒരു പ്രത്യേക ദൈവ വിളിക്ക് വേണ്ടിയുള്ളതാണ് സാക്രമെൻ്റ് സ്റ്റാറ്റസ്. ഉടമ്പടിയിലുള്ള കവനൻ്റ് സ്റ്റാറ്റസ് ഒരു പ്രത്യേക വിളിക്കല്ല, എല്ലാ വിളിയെയും സ്പർശിക്കുന്നതാണ്, എല്ലാ സാഹചര്യങ്ങളെയും സ്പർശിക്കുന്നതാണ്, എല്ലാ സിറ്റുവേഷനിലും നീ അനുഭവിക്കുന്ന സങ്കടങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതാണ് കവനൻ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ സ്റ്റാറ്റസ് പോകാതിരിക്കാൻ വേണ്ടി 2 ആഴ്ചയിൽ ഒരിക്കൽ നീ കുമ്പസാരിക്കണം എന്നൊക്കെ പറയും. കാര്യം 2 ആഴ്ച നീ നിൻ്റെ കാരുണ്യ പ്രവൃത്തികളിലും അപ്പോസ്തല പ്രവൃത്തികളിലും നീ വളരെ ഫ്രഷ് ആയിരിക്കണമെന്ന് പറയും. അപ്പോസ്തല പ്രവർത്തനം കാരുണ്യ പ്രവൃത്തിയും ഉടമ്പടിയിൽ ഒരാളെ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യണതിന് സഹായിക്കും. അവൻ്റെ ഉടമ്പടി കൃപാവരമില്ലേ, അതിൻ്റെ നിലനിൽപ്പ് സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നതാണ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ. നമ്മളതിനെ സുവിശേഷ വേല എന്നൊക്കെ പറയും. പത്രം കൊടുക്കണില്ലേ, അത് അപ്പോസ്തല പ്രവർത്തനം. നിങ്ങൾക്ക് പ്രസംഗിക്കാൻ അറിയാൻ പാടില്ലാത്ത കൊണ്ടാണ് 10,000 മനുഷ്യരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കൈമാറുന്നത്. പ്രസംഗിക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് പത്രം മേടിച്ച് കൊടുക്കും. നമുക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല, പ്രസംഗിക്കണമെങ്കിലും അതുപോലെ പ്രസംഗിക്കാൻ അറിയാവുന്നവർക്ക് നല്ലതാണ്. ചിലർ പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട്, ചിലർ പത്രം കൊടുക്കും, പ്രസംഗിക്കുകയും ചെയ്യും, അവരോട് സംസാരിക്കുകയും ചെയ്യും. അതാണ് അപ്പോസ്തല പ്രവർത്തനം എന്ന് പറയണത്. അപ്പോസ്തല പ്രവർത്തനം നീ പത്രം കൊടുക്കുകയും സംസാരിക്കുകയും ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഈ ത്രേസ്യക്കുട്ടിയുടെ സാക്ഷ്യം അതാണ്. വയനാടത്തെ മാനന്തവാടി കത്തിൽ രൂപത കരുതിയാണ് ത്രേസ്യക്കുട്ടി പറയണത്, ഞാൻ കല്യാണം ക്ഷണിക്കാൻ പോയപ്പോൾ പോലും കല്യാണക്കുറിയുടെ കൂടെ അത്രയും തന്നെ പത്രം കൊണ്ടുപോയെന്നാണ് പറയണം. കല്യാണക്കുറി കൊടുക്കണ വീട്ടിലെല്ലാം പത്രം കൊടുത്തിട്ട് സംസാരിക്കും ഞാൻ അവരോട്. പോരെ, കല്യാണം ക്ഷണിക്കാൻ പോവുകയാണേ. ആൾക്കാരെന്തുമാത്രം മാറ്റമാണ് മാറണമെന്ന് നോക്കിയേ. കല്യാണക്കുറിയുടെ കൂടെ പത്രം കൊണ്ട് കൊടുക്കും. ഇതിന് പത്രം കൊടുത്തിട്ട് ഞാൻ മകളുടെ കല്യാണമല്ല പറയണത്, അത് നിങ്ങൾ വരണം തീർച്ചയായിട്ടും. പിന്നെ പറയണത് എന്താണ്? ഉടമ്പടിയെക്കുറിച്ചാണ് പറയണത്. കല്യാണം ക്ഷണിക്കാൻ പോകുന്ന അമ്മ, മകൻ്റെ കല്യാണം ക്ഷണിക്കാൻ പോകുന്ന അമ്മ ക്ഷണിക്കണ വീട്ടിൽ ഉടമ്പടിയെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും പറയണമെങ്കിൽ അതിൻ്റെ പേരാണ് അപ്പോസ്തല പ്രവർത്തനം എന്ന് പറയുന്നത്. ഈ അപ്പോസ്തല പ്രവർത്തനവും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളും
ഈ രണ്ട് കാര്യം സ്റ്റാറ്റസ്കോ മെയിൻറ്റെയിൻ ചെയ്താലേ, അതിൻ്റെ തൽസ്ഥിതി നിലനിർത്തിയെടുത്താലേ നിങ്ങൾ കവനൻറ്റിലാണ്. ശരിക്കും പറഞ്ഞാൽ കവനൻറ്റിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ തൊട്ടതെല്ലാം പൊന്നാകുമെന്ന് പറയത്തില്ലേ, അതുപോലുള്ള അനുഭവമാണ്. കാര്യം ഉടമ്പടിക്കൊരു പ്രശ്നം വെച്ചാൽ, ഉടമ്പടിയിൽ ദൈവം നിങ്ങളതിൻ്റെ ഫോർമുല കറക്റ്റ് ചെയ്താൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രേസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയെല്ലാം കൃപ ഒഴുകിക്കൊണ്ടിരിക്കും. കാര്യം എന്താണ്? ദൈവം വിശ്വസ്തനും സത്യസന്ധനുമായതുകൊണ്ട് നിങ്ങൾ സത്യത്തിലാണ് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രോഡ് കളിക്കരുത്. കാര്യം നിങ്ങൾ ഫ്രോഡ് കളിക്കുന്നത് വെച്ചാൽ 90 ദിവസം വരെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാം. 90 ദിവസം കഴിയുമ്പോൾ വല്ല പഴയ അവസ്ഥയിലേക്ക് പിരിയാവുന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി എടുക്കണമെങ്കിൽ ദൈവത്തിന് അറിയാമല്ലോ, ഇത് ചുമ്മാ കാര്യം കാണാൻ വേണ്ടി വയറ്റിപ്പഴപ്പിന് വേണ്ടി ചുമ്മാ ഉടുത്ത് കെട്ടി പണ്ടാരെ ഇറങ്ങിയിരിക്കണം എന്നറിയാമല്ലോ ദൈവത്തിന്. അതുകൊണ്ട് വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പം നിങ്ങൾ പറഞ്ഞ കർത്താവേ, ഉടമ്പടി തന്നെ ആ അരൂപിച്ച് ജീവിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. പിന്നെ ഇതൊന്നും പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് വേറൊരു പ്രാർത്ഥനയുണ്ട്. എന്താണെന്നറിയാവോ? ഉടമ്പടി പെട്ടെന്ന് കത്തണമെങ്കിൽ, പെട്രോൾ കത്തണ പോലെ കത്തണമെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട്. എന്താണ്? അതൊരു വരി പ്രാർത്ഥനയേ ഉള്ളൂ. ഒരു വരി പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഉടമ്പടി പെട്രോൾ പോലെ കത്തും. എന്ത് പ്രാർത്ഥനയാണത്? അമ്മേ, എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. തീർന്ന്. ഇറ്റ്സ് ഓവർ. എല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഒറ്റ പ്രാർത്ഥന. ഞാനിവിടെയൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നീ ഓപ്പറേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ നീ പ്രസവിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് പേറ്റുന്നതോ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും നീ വായ തുടച്ചു, അമ്മേ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. തീർന്ന്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കൺസൈസ് രൂപമാണ്. അതിലിങ്ങനെ നമ്മൾ അതിൻ്റെ എന്താണ് കാച്ചി കുറുക്കി അതിൻ്റെ സത്ത് കടഞ്ഞെടുത്തിട്ട് എടുക്കുന്ന സംഭവമാണ് ക്യാപ്സ്യൂള്. എന്താണ്? ഒരു ക്യാപ്സ്യൂൾ പ്രെയറാണ്. കവനൻ്റ് ക്യാപ്സ്യൂൾ പ്രെയർ. എന്താണ്? പറഞ്ഞേ, അമ്മേ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. ഇതൊരു 10 പ്രാവശ്യം നിനക്കൊരു ദിവസം പറയാൻ ഇടയായി കഴിഞ്ഞാൽ നീ നിൻ്റെ കവനൻറ്റിലെ ബയോളജിക്കൽ റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റും. സാങ്കേതിക ജ്ഞാനമല്ല, സാങ്കേതിക റിലേഷൻ, ടെക്നിക്കൽ റിലേഷനുണ്ട്. പല ആൾക്കാർക്കും ഉടമ്പടിയുമായിട്ടുള്ള ടെക്നിക്കൽ റിലേഷനാണ്. ടെക്നിക്കൽ റിലേഷനിൽ അതിൻ്റെ ഒരു വരണ്ട കാലാവസ്ഥയിലാണ് ഈ സാധനം വർക്കൗട്ട് ചെയ്യണത്. ഇപ്പം തെങ്ങ് നോക്കിക്കഴിഞ്ഞാൽ തെങ്ങ് നോക്കുമ്പോൾ തേങ്ങയുണ്ട്, തേങ്ങ ഉണ്ടെന്ന് പറയാൻ പറ്റും. എത്ര വെള്ളക്കാ പൊട്ടിയതായിരിക്കും? 50 വെള്ളക്കാ പൊട്ടി. എത്ര തേങ്ങയുണ്ട്? 4 തേങ്ങയുണ്ട്. പോരെ? അതാണ് പ്രശ്നം. തേങ്ങ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സാങ്കേതികമാണ്. ഭൂമിയിൽ ഇങ്ങനെ ആ സംഭവം, ആ തെങ്ങെന്ന് പറഞ്ഞ സാധനം ഭൂമിയിൽ ഉറച്ച് നിൽക്കണ കാരണം 4 തേങ്ങയുണ്ട്. പക്ഷേ വെള്ളക്കാത്രയുടെ പൊട്ടിയിരിക്കണത് 50 വെള്ളക്കാ പൊട്ടിയിട്ടാണ് 4 തേങ്ങയുള്ളത്. ഒന്നുമില്ലെങ്കിൽ ഒരു 10-20 തേങ്ങ പിടിക്കേണ്ടതാണത്. നല്ല വളക്കൂറുള്ള മണ്ണിലാണ് ആ തെങ്ങ് നിൽക്കണമെന്നുണ്ടെങ്കിൽ, ഇത്തിരി വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ടെങ്കിൽ ഒരു 10-20 തേങ്ങ കിട്ടേണ്ട സംഭവത്തിൽ 4 തേങ്ങയാണ്. എന്തുകൊണ്ടാണ് ഈ ഉടമ്പടിയിൽ ഈ വ്യത്യാസം വന്നത്? എല്ലാവരും എടുത്തിരിക്കുന്ന ഉടമ്പടിയാണ്. ചിലത് 4 തേങ്ങ, ചിലത് 8 തേങ്ങ, ചിലത് 12 തേങ്ങ, ഇങ്ങനെ കിടക്കണത്. ഈ വ്യത്യാസം വരാൻ കാരണം എന്താണ്? അതിൻ്റെ കാരണം ചെയ്വനയുടെ രീതികളാണ്. ബൈബിളിൽ 3 തരം ചെയ്വനയുണ്ട്. ചെയ്വന എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യുന്ന രീതികൾ. അവൻ പറയണ പോലെ ചെയ്യണതാണല്ലോ ഉടമ്പടി. പക്ഷെ അവൻ പറയണ പോലെ എല്ലാവരും ചെയ്യണില്ല. ചിലർ ചെയ്യണം. ഇപ്പോൾ ബൈബിളിൽ 3 തരം ചെയ്ത്താ ഉള്ളത്. ഒരു ചെയ്ത്ത് എന്താണ്? ഒരു ചെയ്തെന്ന് പറയണത് മത്തായിയുടെ സുവിശേഷം 25:18 ഒരു ചെയ്ത്തുള്ളത്. അതെന്ത് ചെയ്ത്താണത്? അവന് കിട്ടിയ നാണയം, താലന്ത് അവൻ കൊണ്ട് കുഴിച്ചിട്ടിട്ട് വെറുതെ ഇരിക്കും. ചില ഉടമ്പടി എടുത്ത് വെറുതെ ഇരിക്കുന്ന ആൾക്കാരില്ലേ? അതാ സംഭവം. അത് വായിച്ചതെന്ന് വെച്ചാൽ ഒന്ന് മത്തായിയുടെ സുവിശേഷം എടുത്തേ. മത്തായി 25:18. എന്നാൽ ഒരു താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചു വെച്ചു. അതാണ് അവൻ. അപ്പം അതിന് മൊത്തം വായിച്ചതൊക്കെ മനസ്സിലാകത്തുള്ളത്. മൊത്തം ഒന്ന് വായിച്ചത് മത്തായി ശ്രീകാട് സുവിശേഷം 25:14 മുതലുള്ള ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞേ. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തന്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1
ഒന്നും കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവനും 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം മറച്ചു വെച്ചു. അപ്പൊ ഇങ്ങനെ ഒരു രീതിയുണ്ട്. ഉടമ്പടി എടുക്കാം, പക്ഷെ ഉടമ്പടി മറച്ചു വെക്കും ആൾക്കാർ. വീട്ടുകാർ പോലും അറിയത്തില്ല ഒരു ഉടമ്പടി എടുത്തതാണെന്ന്. നമ്മൾ ഉടമ്പടി എടുക്കും, പക്ഷേ വീട്ടുകാർക്ക് പോലും അറിയാൻ പറ്റത്തില്ല ഉടമ്പടി എടുത്താണോ ഇല്ലയെന്ന്. കാര്യം വീട്ടുകാർ ഉടമ്പടി എടുത്തതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അളിയൻ വരുമ്പോൾ വല്ല വീശിക വല്ലതും ചെയ്ത വീട്ടുകാരെ പിടിക്കുക, ഇടാ നീ ഉടമ്പടി എടുത്തതല്ലേ, എന്തിനാണ് പോക്കൃത്തരം കാണിക്കണമെന്ന് ചോദിക്കും. അതുകൊണ്ട് പറ്റിപ്പുകാർ ഉടമ്പടി പുറത്ത് പറയത്തില്ല, മറച്ചു വെക്കും. അതാണ് 25:18. 1 താലന്ത് ലഭിച്ചവ വന്നിട്ട് അത് മറച്ചു വെച്ചു. ഉടമ്പടി മറ്റുള്ളവരെ അറിയാതെ ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, അതാണ് മറച്ചു വെപ്പുകാരെന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെയാണെന്ന് ചിന്തിക്കണം കേട്ടോ, പണി കിട്ടേ. ഉടമ്പടി എടുത്തിട്ട് മറച്ചു വെക്കുക. ഞാൻ ഉടമ്പടി എടുത്തതായിട്ട് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അറിയാൻ പറ്റത്തില്ല. പത്രം കൊടുക്കത്തില്ല, അത് വേറെ ആരെങ്കിലും ഏൽപ്പിക്കും, അല്ലെങ്കിൽ അലമാരി വെച്ചേക്കും, മറച്ചു വെക്കും. പത്രം കൊടുത്താലേ ഉടമ്പടി എടുത്തെന്ന് അറിയത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ മറച്ചു വെച്ചാൽ സ്വാഭാവികമായിട്ടും എന്താ സംഭവിച്ചിരിക്കണത്? പണ്ട് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നത് കൂടി തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. 25 വായിച്ചേ, മത്തായി 25:25. അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചു വെച്ചു. ഉടമ്പടി മറച്ചു വെച്ച കക്ഷികളാണ്. ഇതാ നിന്റേത് എടുത്തുകൊള്ളുക. യജമാനൻ പറഞ്ഞു ദുഷ്ടനും മടിയനുമായ വൃത്യാ. ഉടമ്പടി എടുത്തിട്ട് മറച്ചു വെക്കുകയോ പത്രം കൊടുക്കാതിരിക്കുകയോ അലമാരി വെച്ച് പൂട്ടുകയോ ചെയ്താൽ കേൾക്കണ ഇവിടെ കേട്ട ദുഷ്ടനും മടിയനുമായ വൃത്തിയ. ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനും. ഇത്രയും സാഹിത്യമൊന്നും പറയത്തില്ലെങ്കിലും നമ്മൾ തന്നെത്താൻ മനസ്സിൽ പത്രം കൊടുക്കണം, ഇത് ആരെക്കൊണ്ട് പറ്റുമെന്ന് ചോദിക്കും. മനസ്സിലായില്ലേ? ഇതാണ് സംഭവം. അതായത് വിതക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നതിനുമായ ആണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. അപ്പോൾ ഇതാ സംഭവം. ഉടമ്പടി എടുത്തിട്ട് ആക്ടിവേറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതാണ് ഒരു ഘടകം ആൾക്കാർ. അപ്പോൾ അവർക്ക് അവരുടെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ്? ദുഷ്ടനും മടിയനുമായ വൃത്തിയ. അതുകൂടി എടുത്തിട്ട് അവൻ്റെ കൃപ കൂടി ഉണ്ടായിരുന്ന കൃപ കൂടി എടുത്തു മാറ്റും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, നിങ്ങൾ ആലപ്പുഴ വന്ന് പണി മേടിക്കുന്നതെന്ന് പറഞ്ഞൊരു കാര്യം. വീട്ടിൽ കുത്തിയിരിക്കാൻ പാടില്ല. എന്തിനാണ് വണ്ടിക്കാശ് കാണുന്നത്? ആലപ്പുഴ വന്ന് എന്തിനാണ് പണി മേടിക്കണം എന്നൊക്കെ ഞാൻ പച്ചമലയാളത്തിൽ ചോദിക്കുന്ന കാര്യം എന്താണ്? ചില ആൾക്കാർ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വേണ്ടി വരുമോ, എന്നിട്ട് അവരതൊന്നും ചെയ്യത്തുമില്ല. അത് വീട്ടിൽ അപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ഉടമ്പടി തൈര് ആലപ്പുഴ പോയപ്പോൾ മാതാവിൻ്റെ ഒക്കെ ഇത് മേടിച്ചാണല്ല, അവിടെ എവിടെയോ കാണും, ഒന്ന് നോക്കിക്ക്. ഇവർ വെച്ച സ്ഥലം പോലും അറിയാൻ പാടില്ല. അവർ അത്ര ഉള്ള വെടുകന്മാർ ഈ സംഭവം എടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ ദൈവത്തിനെ പരീക്ഷിക്കരുത്. അതാ മറച്ച് വെക്കുക എന്ന് പറയുന്നത്. ഉടമ്പടി മറച്ച് വെക്കുക. അതിന് കൊടുത്തിരിക്കുന്ന മറുപടി എന്താണ്? ദുഷ്ടഭൃത്യ, ദുഷ്ടനും മടിയനുമായ ഭൃത്യ. അപ്പോൾ ദുഷ്ടനും മടിയനുമായ ആൾക്കാർ, മടിയനെന്ന് പറയുന്നത് എന്താണ്? പ്രവർത്തിക്കാൻ കഴിവില്ലാതെ പ്രവർത്തിക്കാതിരിക്കുന്നവരെയാണ് മടിയന്മാരെന്ന് പറയണത്. അപ്പം മടിയന്മാർക്കുള്ളതല്ല, എന്നാലും ഉടമ്പടി ആർക്കുള്ളതാണ്? ഉത്സാഹിക്കുള്ളതാണ്. ഒന്ന് കൈപൊക്കിക്കേ. കർത്താവേ, ഉടമ്പടി ആചരിക്കാൻ, ഉടമ്പടി ആഘോഷിക്കാൻ എനിക്ക് ഉത്സാഹം നൽകണമേ. എന്റെ മടി മനസ്സിൽ നിന്ന് എന്റെ ശരീരത്തിൽ നിന്നും മടിയെ നീ മാറ്റി അകറ്റണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ.